ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളുകളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ടെലിഗ്രാമിലൂടെയും അതേപോലെ തന്നെ യൂട്യൂബിലൂടെയും കുറേ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഫ്രീ ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി, സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടെ കുറച്ച് ട്രേഡ്സ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ചിലർ ISL മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ISL മാത്രമല്ല നമ്മുടെ POI പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, EG ഫെയിൽ സോൺ കൂടെ നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പ്രൈസ് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ 2 ബ്രേക്ക്ഔട്ട് കിട്ടി. അതിനുശേഷം പ്രൈസ് വീണ്ടും വന്ന് 2 ബ്രേക്ക്ഔട്ട് അപ്സൈഡിലേക്കും തന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏതൊക്കെ ലെവൽസ് ആണ് നോക്കേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ഥലത്തും 2 ബ്രേക്ക്ഔട്ട്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. ഇത് സെല്ലിന് വേണ്ടിയുള്ളത്, ഇത് ബൈക്ക് വേണ്ടിയുള്ളതാണ് ഈ ബ്രേക്ക്ഔട്ട്സ്. ശരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ഇങ്ങനെ 2 സൈഡിലേക്കും 2 ബ്രേക്ക്ഔട്ട് വിത്ത് ISL കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ RR ഇവിടെ നമ്മളൊരു ട്രേഡ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1:2 എങ്കിലും കിട്ടാനുള്ള, പ്രൈസിന് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ISL സോൺ എന്ന് വിചാരിക്കുക, ബൈക്ക് വേണ്ടിയുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഇത് സെല്ലിന് വേണ്ടിയുള്ള ISL സോൺ. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ISL സോണിൻ്റെ താഴെ പ്ലേസ് ചെയ്യുന്നതിലും, അല്ലെങ്കിൽ സെല്ലിന് വേണ്ടിയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് മുകളിൽ പ്ലേസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിരിക്കും ഈ സ്വിങ്ങിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ സ്വിങ്ങിൻ്റെ താഴെ. കാരണം മെജോറിറ്റി ടൈമിലും പ്രൈസ് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ISL സോണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും ഫാൾ ആവുന്നത്. അല്ലെങ്കിൽ ബൈ ആണെങ്കിൽ കറക്റ്റ് ഈ ISLൻ്റെ താഴെ വന്നിട്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു സേഫസ്റ്റ് സൈഡിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ലോയുടെ താഴെ ഓർ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ ISL സോണിലേക്ക് പ്രൈസ് റീടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമുക്ക് 2 ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബൈക്ക് വേണ്ടിയുള്ള ഒരു 2 ബ്രേക്ക്ഔട്ട് ഇവിടെയും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ഇങ്ങനെ ഫാള് തന്നു. അതിനുശേഷം നമ്മളിവിടെ ISL സോൺ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. പ്രൈസ് ISL സോണിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. പക്ഷെ നമ്മൾ മിക്കപ്പോഴും കൺസിഡർ ചെയ്യാത്ത ഒരു ലെവലാണ്, പ്രീവിയസ് ആയിട്ടൊരു ISL സോൺ ഇവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ആദ്യം ഇതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു അല്ലേ? ആ സപ്പോർട്ട് ഇവിടെ ബ്രേക്കായി. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് റീടെസ്റ്റ് വരുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നേരെ ഈ ISLലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്നല്ലാതെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു EG ഫെയിൽ സോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ISL ഫെയിൽ ആയിട്ടുള്ള സോൺ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ 50 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇത് ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് സെൽ സൈഡിലേക്ക് കേട്ടോ. ഇത് സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. അതേപോലെ തന്നെ ബൈ സൈഡിലേക്കും ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. അപ്പോൾ നമുക്കിവിടെ ബൈയിലേക്കും ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു EG ഫെയിലും കിടക്കുന്നുണ്ട്. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൺ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോൺ മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ പ്രൈസിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഒരു ISL സോൺ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ISL സോൺ ഫെയിൽ ആകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്രൈസ് വന്ന് ക്ലോസ് ആയിരുന്നു. അപ്പോൾ മുകളിൽ പ്രൈസ് ക്ലോസ് തന്നേക്കുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അല്ല ഈ ഒരു ക്യാൻഡിൽ
മുകളിൽ ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്തെങ്കിൽ എൻട്രി എടുക്കണം. ഇനി നെക്സ്റ്റ് സിനാരിയോയിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു ISL സോൺ എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം. ഇതാണ് പ്രീവിയസ് ക്യാൻഡിൽ. ഈ എൻഗൾഫ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തിട്ടുണ്ടല്ലോ, ഈ ബ്ലാക്ക് കളർ ക്യാൻഡിലാണ് എൻഗൾഫിങ്. സോ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് ISL ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഈ ISL ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ പ്രൈസ് ഫ്യൂച്ചറിൽ ഈ ഒരു 2 എണ്ണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു സോൺ ആയിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതും ഫെയിൽ ആയാൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ഈ ISL സോണിൽ നിന്ന് എൻട്രി എടുക്കാൻ പാടുള്ളൂ. പ്രൈസ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, എക്സാക്ട് ഈ EG ഫെയിലിൽ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് ബൈയിലേക്ക് ബൈ പോയത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് ഈ ISL മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി മിസ്സാവും. നമുക്കറിയില്ല പ്രൈസ് ഏത് സോണിൽ നിന്നാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് EG ഫെയിൽ ആണെങ്കിലും അത് ISL ആണെങ്കിലും ഏതാണോ ഫസ്റ്റ് നമുക്ക് തരുന്ന സോൺ ആ ഒരു സോണിൽ നിന്ന് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ സെയിം ടൈം ഫ്രെയിം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 30 മിനിറ്റിൽ ISL മാർക്ക് ചെയ്തു അല്ലെങ്കിൽ EG ഫെയിൽ മാർക്ക് ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് എൻട്രി എടുത്തു. അതിനുശേഷം നമ്മളിത് അടുത്തത് 1 അവർ ആയിരിക്കും കാണുന്നത്. 1 അവറിൽ നിന്നും എൻട്രി എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 മിനിറ്റിൻ്റെ വിൻ റേറ്റും 1 അവറിൻ്റെ വിൻ റേറ്റും വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ കിട്ടുന്ന എൻട്രീസും വ്യത്യാസമായിരിക്കും. സോ നമുക്ക് പ്രിസൈസ് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റ് ISLയിൽ നിന്ന് 15 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ ISL കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ടൈമിൽ ഈ 5 മിനിറ്റിൽ ISLയിൽ ടാപ്പ് ചെയ്യാതെ ആയിരിക്കും പോകുന്നത്. നമുക്ക് പ്രിസൈസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം ഫ്രെയിം ലോവറിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കുക എന്ന് വിചാരിച്ച് 2 ടൈം ഫ്രെയിം പ്രിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എൻട്രി മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 15 മിനിറ്റ്. അപ്പോൾ ഏതാണ് ഇപ്പോൾ 1 അവർ ആണ് നോക്കുന്നതെങ്കിൽ 1 അവർ തന്നെ ഫോക്കസ് ചെയ്യുക. 1 അവർ ISL മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം പ്രിസൈസിങ്ങിന് വേണ്ടി മാത്രം ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ പോയി 30 മിനിറ്റിൽ എൻട്രി എടുക്കണു പിന്നെ 4 അവറിൽ പോയി എടുക്കുന്നു, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വിൻ റേറ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ 50 മിനിറ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, 2 ബ്രേക്ക്ഔട്ട് കിട്ടി. ഇതാണ് ISL. കണ്ടോ, പ്രൈസ് 2 ബ്രേക്ക്ഔട്ടിന് ശേഷം ISLലേക്ക് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ആണ് ഈ ഫാൾ അയക്കുന്നത്. ദെൻ ഇത് ട്രംപിൻ്റെ ന്യൂസ് ആയിരുന്നു ഈ ഒരു സമയത്ത്. ഇതും എക്സാക്ട് കണ്ടോ, എക്സാക്ട് 50 മിനിറ്റ് ISL നിന്നാണ് ഇതും വീണേക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബ്രേക്ക്ഔട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. ISL വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ് ISL. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ബൈ സൈഡിലേക്ക് നമുക്ക് 2 ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ഇത് സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇവിടുത്തെ ISL EG ഫെയിൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ISLും അതേപോലെ തന്നെ EG ഫെയിലും ഏകദേശം സെയിം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുന്നതിന് കുറച്ചുകൂടെ പ്രോബബിലിറ്റി ഉണ്ടാവും. നമ്മൾ ട്രേഡ് വിന്നാകാനുള്ള പോസിബിലിറ്റി കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോൾ ഏത് ടൈം ഫ്രെയിമാണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. പ്രിസൈസിങ്ങിന് വേണ്ടി മാത്രം ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. ബൈ.